എല്ലാവർക്കും ശ്രീക ആർട്ട് വർക്ക്സ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ വരയ്ക്കുന്ന ചിത്രം റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്നില്ല എന്നുള്ള ഒരു ചിന്ത ബിഗിനേഴ്സിൻ്റെ ഇടയിൽ എന്തായാലും ഉണ്ടായിരിക്കും. അപ്പോൾ ബിഗിനേഴ്സ് ഏറ്റവും കൂടുതൽ മിസ്റ്റേക്ക് വരുത്തുന്ന 5 കോമൺ മിസ്റ്റേക്സ് പറഞ്ഞു തരാനാണ് ഞാൻ ഇന്ന് വന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. റിയലിസ്റ്റിക് ഡ്രോയിങ് എന്നത് ടാലൻറ്റ് മാത്രമല്ല, ശരിയായിട്ടുള്ള ടെക്നിക്സും പ്രാക്ടീസും ഉണ്ടെങ്കിൽ ആർക്കും ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ മിക്ക ബിഗിനേഴ്സും അറിയാതെ കുറച്ച് മിസ്റ്റേക്സ് റിപ്പീറ്റ് ചെയ്യുന്നു. നമുക്കിപ്പോൾ 5 കോമൺ മിസ്റ്റേക്സ് നമുക്ക് നോക്കാം. ഒന്നാമത്തെയാണ് റോങ് പ്രപ്പോർഷൻസ്. ഈ റോങ് പ്രപ്പോർഷൻസ് എന്ന് പറയുന്നത് റിയലിസ്റ്റിക് ഡ്രോയിങ്ങിൻ്റെ ഫൗണ്ടേഷനാണ്. പ്രപ്പോർഷൻസ് എന്ന് പറയുന്നത് കണ്ണിൻ്റെ പൊസിഷൻ, മൂക്കിൻ്റെ വലിപ്പം, വായുടെ ഷേപ്പ്, ഇതിലൊക്കെ ചെറിയ ഡിഫറൻസ് വന്നാൽ പോലും ഡ്രോയിങ് റെഫറൻസ് പോലെ തോന്നില്ല. നമുക്ക് കിട്ടിയ ഡ്രോയിങ് റെഫറൻസ് ഉണ്ടല്ലോ, റെഫറൻസ് ഫോട്ടോ വെച്ചാണല്ലോ നമ്മൾ വരയ്ക്കുന്നത്, അപ്പോൾ അതുപോലെ തോന്നില്ല. അതുകൊണ്ട് ഔട്ട്ലൈൻ വേഗം ഫിനിഷ് ചെയ്യാനായിട്ട് നോക്കാതിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. ആദ്യം പ്രപ്പോർഷൻസ് കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്തതിന് ശേഷം വേണം നമ്മളിങ്ങനെ വരച്ചുകൊണ്ടിരിക്കാനായിട്ട്. സ്ലോലി വേണം വരയ്ക്കാൻ. വേഗം ഫിനിഷ് ചെയ്യാനായിട്ടുള്ള ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മേ ബി അത് ഔട്ട്ലൈനൊക്കെ തെറ്റിപ്പോവും. സെക്കൻഡ് വണ്ണാണ് പൂർ ഷെയ്ഡിങ്. ഔട്ട്ലൈൻ മാത്രം നന്നായാൽ റിയലിസ്റ്റിക് ലുക്ക് വരില്ല. അതിലെ ലൈറ്റ് എവിടെ വീഴുന്നു, ഷാഡോ എവിടെ ഉണ്ട് എന്നൊക്കെ ഒബ്സർവ് ചെയ്തതിന് ശേഷം വേണം ഷെയ്ഡിങ് ചെയ്യാനായിട്ട്. അതും ചെയ്യുന്ന ഷെയ്ഡിങ് സ്മൂത്ത് ഷെയ്ഡിങ് ആയിരിക്കണം. അതാണ് ഡ്രോയിങ്ങിന് ഏറ്റവും കൂടുതൽ റിയലിസ്റ്റിക് ആയിട്ട് ആ ലുക്ക് കൊടുക്കുന്നത്. സോ വളരെയധികം സ്ലോവില് സ്മൂത്തായിട്ട് ഷെയ്ഡ് ചെയ്തുകൊണ്ട് വരണം. അടുത്തത് മിസ്റ്റേക്ക് 3, നോട്ട് ഒബ്സർവിങ് ദ റെഫറൻസ്. ബിഗിനേഴ്സിൻ്റെ വലിയ മിസ്റ്റേക്ക് റെഫറൻസ് ഫോട്ടോ നന്നായിട്ട് നോക്കാത്തതാണ്. നമ്മൾ മനസ്സിൽ തോന്നുന്നതല്ല വരയ്ക്കേണ്ടത്, ഫോട്ടോയിൽ കാണുന്നതാണ് വരയ്ക്കേണ്ടത്. സോ അതിലത്തെ ഓരോ ഭാഗവും ഒബ്സർവ് ചെയ്തിട്ട് വേണം വരയ്ക്കാൻ. അപ്പോൾ ഒബ്സർവ് ചെയ്യാതെ നമ്മുടെ മനസ്സിൽ എന്താണോ ഒരു വ്യൂ അതിനനുസരിച്ച് വരയ്ക്കാൻ നിന്നാൽ വരച്ചു കഴിയുമ്പോൾ റെഫറൻസ് ഫോട്ടോ വേറെ, നമ്മൾ വരച്ച ചിത്രം വേറെ ആയി പോകും. അത് ബിഗിനേഴ്സിന് ഉണ്ടാകുന്ന ഒരു മിസ്റ്റേക്കാണ്. ദെൻ ഫോർത്ത് വൺ എന്ന് പറയുന്നത് നോ കോൺട്രാസ്റ്റ്. നോ കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത് ഡ്രോയിങ്ങിൽ നല്ല ഡാർക്ക് ഏരിയാസും ബ്രൈറ്റ് ഹൈലൈറ്റ്സും ഉണ്ടെങ്കിലാണ് അതിൻ്റെ ഒരു ഡെപ്ത് കിട്ടുമല്ലോ. എല്ലാ ഭാഗവും ഒരേ ഷെയ്ഡിൽ ആണ് വരച്ചതെങ്കിൽ അതിന് റിയലിസ്റ്റിക് ലുക്ക് കിട്ടില്ല. ഡ്രോയിങ്ങിലപ്പോൾ നമ്മൾ റെഫറൻസ് ഫോട്ടോ നോക്കി അതിൻ്റെ ലൈറ്റ് ആൻഡ് ഷാഡോയും ഡാർക്കായിട്ടുള്ള സൈഡും ഒക്കെ നോക്കിയിട്ട് വേണം നമ്മൾ വരയ്ക്കാനായിട്ട്. അപ്പോൾ കൃത്യമായിട്ട് ആ ഡാർക്ക് ഷെയ്ഡും അതുപോലെ തന്നെ ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് വരുന്ന സൈഡൊക്കെ മാർക്ക് ചെയ്താലാണ് നമ്മുടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ആ ലുക്ക് ആ ഫോട്ടോ പോലെ തോന്നുന്ന രീതിയിൽ വരയ്ക്കാൻ പറ്റുള്ളൂ. 5th മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നോ പേഷ്യൻസ് എന്നാണ്. നോ പേഷ്യൻസ് എന്ന് പറയുന്നത് ഇന്ന് ഒരുവിധം ആളുകളിലെ ക്ഷമ വളരെ കുറവാണ്. അപ്പോൾ ക്ഷമ ഇത് കുറച്ചധികം വേണ്ട ഒരു പ്രോസസ്സാണ് ഈ ഡ്രോയിങ് എന്ന് പറയുന്നത്. റിയലിസ്റ്റിക് ആയിട്ടുള്ള ഡ്രോയിങ്ങിന് ഒരു ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സ്കില്ലല്ല. അപ്പോൾ ഒരു പോർട്രേറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ സമയമെടുത്ത് തന്നെ വേണം. അപ്പോൾ അതൊരു നോർമൽ പ്രോസസ്സാണ്, അത് സാധാരണയാണ്. സമയമെടുത്ത് ചെയ്യാന്ന് പറയുന്നത് ഡ്രോയിങ്ങിൽ സാധാരണ കാര്യമാണ്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. പെട്ടെന്ന് ഫിനിഷ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ലുക്ക് കിട്ടില്ല, അതിൻ്റെ ഒരു ഭംഗി കിട്ടില്ല. ഡെയിലി പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ചിത്രരചനയുടെ ഒരു ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓരോ ടെക്നിക്സും പഠിച്ചെടുക്കാനായിട്ട് ഡെയിലി പ്രാക്ടീസിലൂടെ സാധിക്കും. അപ്പോൾ ഈ 5th മിസ്റ്റേക്സ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ 5th മിസ്റ്റേക്സിൽ നിങ്ങൾ ഏതാണ് കൂടുതൽ ചെയ്യുന്നതെന്ന് കമൻറ്റിൽ അറിയിക്കും. അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒത്തിരി നന്ദി.